എന്നാ സാറിനോട് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. സാർ ഈയിടെ വെള്ളത്തിൽ വീണ് മരണത്തോട് മല്ലടിച്ചില്ലേ? ഒരു 2 വർഷം മുന്നേ ചേട്ടൻ ഒന്ന് കിണറ്റി വീണായിരുന്നു. അതിപ്പോ നാട്ടുകാർ ആരോട് ചോദിച്ചാലും എനിക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നാ നാട്ടുകാർക്ക് അറിയാത്തൊരു കാര്യം പറയാം. സാറ് മരണത്തോട് മല്ലടിച്ചപ്പോൾ ഒരു തവളയെ വിഴുങ്ങില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. മിണിങ്ങി എനിക്കറിയാം. നിങ്ങൾ വിഴുങ്ങിയ തവള ഒരു സാധാരണ തവളയല്ല. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ദുർമരണപ്പെട്ടു പോയ നിങ്ങളുടെ മുത്തച്ഛൻ ഈ ജന്മത്തിൽ പുനർജനിച്ചത് ഒരു തവളയായിട്ടായിരുന്നു. അത് വസിച്ചത് നിങ്ങളുടെ കിണറ്റിലായിരുന്നു. അദ്ദേഹത്തെയാണ് നിങ്ങൾ മെഴുകിയത്. ഈ ജന്മത്തിലും ദുർമരണം, അതും കൊച്ചുമോന്റെ കൈകൊണ്ട് വാഗുണ്ട്. സർവേശ്വര, ഈ പാപങ്ങൾക്കെല്ലാം നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നിങ്ങളും നിങ്ങളുടെ സന്തതികളും കൊച്ചുമക്കളും എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? പ്രതിവിധിയുണ്ട്. മൈസൂർ പാലസിന്റെ ബാക്കിലുള്ള ഒരു തവളേശ്വര ക്ഷേത്രത്തിന്റെ കുളത്തിൽ നിങ്ങൾ തവളയോട്ട് നടത്തണം. അത് ഒറ്റയ്ക്ക്. തവളയൂട്ട പേക്കറോ തവളകൾക്ക് നം കൊടുക്കണമെന്ന്. വല്ല മൈസൂർ പാക്കോ വല്ലതും കൊടുത്താൽ മതി. സ്വാമി, അത് എപ്പോഴാ ചെയ്യണ്ടേ? മുത്തശ്ശന് വ്യാഴത്തിൽ ശനിയായിരുന്നു. അപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച പോവാം. അയ്യോ, ഈ ഞായറാഴ്ച പോകാൻ പറ്റത്തില്ല. അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാണ് ഇവളുടെ. അത്യുത്തമം, അന്ന് തന്നെ പോകണം. അയ്യോ സ്വാമി, അടുത്ത ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച ഇയാള് ജീവനോടുണ്ടെങ്കിൽ അയ്യോ, പോവാം. ഇല്ല, ഇല്ല. ഈ ഞായറാഴ്ച തന്നെ പോകും. എടി, അത് അത് കുഴപ്പമില്ല ചേട്ടാ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ചേട്ടൻ ഈ ഞായറാഴ്ച തന്നെ ഒറ്റയ്ക്ക് പോകും. സർവേശ്വര, ഒരു കുടുംബത്തിലെ ദോഷം മാറ്റാൻ വേണ്ടി എന്നെ ഇടനിലക്കാരനാക്കിയതിൽ സന്തോഷം. തവളേശ്വര, പേക്കറോ എല്ലാവരും. അയ്യോ സ്വാമി, പോവല്ലേ. ഞാൻ ദക്ഷിണയോ? ഒരു അക്കം മനസ്സിൽ വിചാരിച്ചേ. 5 ഇന്റെ 100 ഒട്ടുപത്തക്കം വേണ്ടി. ലവണേശ്വര, ചില സമയത്ത് നിന്റെ പെർഫോമൻസ് കണ്ട് എനിക്കിടെ ശരിക്കും പറഞ്ഞോളൂ, നമ്മുടെ കമ്പനിയിൽ ഈ വർഷത്തെ പെർഫോമൻസ് ഞാനല്ല, നീ ആയിരുന്നു ആവേണ്ടിയിരുന്നത്.